ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് ഊട്ടിക്ക് പോവാണ്. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ആരോടും പറയാനുള്ള നേരം കിട്ടിയില്ല. ഒരു കണക്കിന് പറയാണ്ട് പോകുന്നതല്ലേ, അല്ലെങ്കിൽ മുടക്കാൻ കുറെ തെണ്ടികളുണ്ട്. രാവിലെ 7 മണിക്ക് പോകണം അതിന് പ്ലാൻ. ഷിബിൻ കറക്റ്റ് ടൈം തന്നെ എത്തി. എനിക്ക് പിന്നെ എല്ലായിടത്തിലും നേരം വൈകി ശീലമുള്ളതുകൊണ്ട് ഞാൻ 8:30 എന്റെ വീട്ടിൽ നിന്ന് ചുരത്തിലേക്ക് 15 കിലോമീറ്റർ ഉള്ളു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചുരത്തിലേക്ക് വേഗം എത്തി. കുറെ നേരം കുത്തിയിരുന്ന് കുണ്ടി പണിയായി ഗൈസ്. വയനാട്ടിൽ ഏതോ ഒരു മൂലയിൽ റോട്ടിൽ ഞാൻ ഇങ്ങനെ എന്റെ ബാക്കിൽ ഒരു പമ്പ് കാണുന്നുണ്ട് ഗൈസ്. ഈ പമ്പിന്നാണ് നമ്മൾ പെട്രോൾ അടിക്കുന്നത്. ഉണ്ടാക്കാൻ പോയ കുറെ നേരമായി ഞാൻ കാത്തിക്കും. പെട്രോൾ എല്ലാം അടിച്ച് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അങ്ങനെ നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ എത്തി. ഞങ്ങൾ ഈ പാസ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഇനി ഞങ്ങൾ ബൈക്കിലായോണ്ടാണോ എന്ന് അറിയില്ല, ഞങ്ങൾക്ക് അത് ആവശ്യം വന്നില്ല. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെത്തി. എന്ത് രസാലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിക്കാം. പിന്നെ ഒരു പമ്പ് കയറി. അപ്പൊ ഇതാണ് ഇവരെ പെട്രോൾ പമ്പ്. പക്ഷെ നമ്മളെ പമ്പിന്റെ അത്ര പോരാ. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഒരു സ്ഥലം കാണുമ്പോൾ ക്രഷ് അടിക്കാം. മോനെ, ഈ സ്ഥലം ഒരു രക്ഷയല്ല, അടിപൊളി തന്നെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല തണുപ്പുള്ളപ്പോ ചോക്കോബാർ നല്ല രസാലേ. എന്റെ ബാക്കിലുള്ള ചോപ്പ് ടീഷർട്ട് ഏട്ടന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ ചോക്കോബാർ വാങ്ങിച്ചത്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത്. ചോക്കോബാർ വാങ്ങിച്ച ചേട്ടന് പൈസ കൊടുത്തില്ല. ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ഭയങ്കര സങ്കടമായി പോയി. പിന്നെ കുറെ ദൂരം അങ്ങ് എത്തിപ്പോയിണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ നിന്നില്ല. ഇനി എന്തായാലും ഊട്ടിയിലൊക്കെ എത്തിയിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോ കൊടുക്കാന്നുള്ളതിൽ ഞങ്ങൾ അങ്ങ്. ഇതിന്റെ ഇടയിൽ ഷിബിന്റെ തേച്ചു പോയ കാമുകിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കുട്ട, ഡിപ്രഷൻ ആണോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ സ്ഥലത്തിന്റെ പേര് അറിയില്ല, നമ്മൾ എവിടെയാണ്. പന്നിയുണ്ട്, പന്നീനെ അതിൽ കാണുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്. ഇനി എന്താ തിന്നിട്ട് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ 2 ബ്രെഡ് ഓംലേറ്റ് പറഞ്ഞു. കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട്. ഇനി കഴിച്ചിട്ട് എന്താ അവസ്ഥ നോക്കാം. ലുക്ക് മാത്രല്ല മോനെ, ടേസ്റ്റും ഉണ്ട്. സാധാരണ എനിക്ക് പുറത്തുള്ള ഫുഡൊന്നും വലിയ ലൈക്ക് ആവില്ല, പക്ഷെ ഇതെന്താന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ പോവാണ് ഗൈസ്. നാട്ടിൽ റോഡ് സൈഡിൽ പട്ടിയാണെങ്കിൽ ഇവിടെ കുതിര. ഇതിനാരെയും വളർത്തുന്നതായിരിക്കോ അതോ ഇങ്ങനെ നടക്കുന്നതോ? ഇതാണ് അപ്പൊ നമ്മളെ ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റ്. എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോ തന്നെ ലൈക്ക് ആയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തി. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തിയപ്പോ അവിടെ ഏതോ കുതിര. എനിക്കാണെങ്കിൽ അയിമ കയറണം തന്നെ. അങ്ങനെ അതിൽ കയറി. പക്ഷെ ആള് കുറച്ച് സീനായിരുന്നു. അപ്പൊ ഈ കുതിരന്റെ പേരാണ് സന. ഈ സ്ഥലം കൊള്ളാല്ലേ, നല്ല ഫോട്ടോ എല്ലാം എടുക്കാം. അങ്ങനെയൊക്കെയാ ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മൊയന്തായി, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ല. ഇനി എന്റെ മുഖത്തിന്റെ കുഴപ്പമാണോ? ഇനി നമുക്ക് നാട്ടിലേ ഉണ്ടാകും കുറച്ച് ചോക്ലേറ്റ് വാങ്ങാം. ഇതെങ്ങനെ? ഞാൻ കുറെ നോക്കി കളിച്ചു, പക്ഷെ ഞാൻ വാങ്ങിയില്ല. അങ്ങനെ ഞാൻ കുനാഫ ചോക്ലേറ്റ് ബാർ വാങ്ങി. ഈ ചോക്ലേറ്റ് ഒക്കെ ഇവരെന്നായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ കോല് ഉണ്ടാക്കുന്നതൊക്കെ ലൈവായിട്ട് കാണുകയും ചെയ്യും. ഹൈജീനിക് ആട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. അങ്ങനെ കുറെ നേരം കാട് കണ്ട് ലാസ്റ്റ് നമ്മളൊരു ടൗൺ കണ്ടുപിടിച്ചു. നമ്മളെ എടുത്തോണ്ട് അധികം വണ്ടിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ബ്ലോക്കും ഇല്ല. ഊട്ടിയിൽ വന്നിട്ടൊന്നും വാങ്ങാണ്ട് പോകുന്ന മോശമല്ലേ. അപ്പൊ ഞാൻ ഈ മങ്കി ക്യാപ്പും കൂളിംഗ് ഗ്ലാസും വാങ്ങി. ഇപ്പൊ നിങ്ങള് മനസ്സിൽ വിചാരിച്ചെന്താ ഞാൻ പറയട്ടെ, മങ്കിക്ക് എന്തിനാ മങ്കി ക്യാപ്പ് എന്നല്ലേ? ഇപ്പൊ സമയം 4 മണിയായി. ഇപ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും വീട്ടിലെത്തൂല. എന്തായാലും പോകുന്ന വയ്ക്കുന്ന കുറച്ച് ക്യാരറ്റും ആപ്പിളും വാങ്ങി. ഇതിനിടെ ഞങ്ങൾ വേറെയും കുറെ എന്തൊക്കെ കഴിച്ചിനു കേട്ടോ. തിന്നുന്നതിന്റെ ആക്രാന്തത്തിൽ എന്നോട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഈ കൊരങ്ങിന്റെ മോനിന്റെ ക്യാരറ്റ് എടുക്കാൻ കുറെ നോക്കി. ഇന്നോട് ആ കളി ഞാൻ കൊടുത്തില്ല. ആ കൊരങ്ങിന്റെ മോൻ ഉണച്ചി ഉണ്ടാവില്ലായിരിക്കും. എന്തായാലും ഞാൻ ബാക്കി കൊരങ്ങിനെയും കാണിച്ച് നല്ലോണം തിന്ന്. ഇതങ്ങനെയുണ്ട് ഇന്റെ കണ്ടുപിടുത്ത. ഇപ്പൊ സമയം വൈകുന്നേരം 6:45. അപ്പോഴേക്കും നമ്മള് ചുരത്തുമ്പോൾ എത്തിട്ടോ. അങ്ങനെ ഞാനൊരു ബൂസ്റ്റും ഷിബിനൊരു ചായയും വാങ്ങി. സത്യം പറയാലോ, ബൂസ്റ്റ് ഒരു വകയ്ക്ക് കൊള്ളൂല, പക്ഷെ കാടമുട്ട ഓക്കെ ആണ് കേട്ടോ. അങ്ങനെ നമ്മള് ഊട്ടി ട്രിപ്പ് കഴിഞ്ഞു. അപ്പൊ അടുത്ത ട്രിപ്പ് ആയിട്ട് വരുന്നവരെ ബായ്.